ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞില്ല വാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ. നിഗ്രഹിച്ചിടുമതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചും ശത്രുതനയനാം എന്നെ വധിക്കുമതിനില്ലോരന്തരം. എന്നിലവന്നോരു സമ്മോദമെന്തുള്ളത് എന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയായിക ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടും സമാനയാകും നിജ ഭ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ. പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൊൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും. തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാൻ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവ സൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലോരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ. ഇംഗിതജ്ഞൻ നയകോപിതൻ വാദജൻ അംഗദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തോരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നോരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദനാ കേളിതം. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കൊല. ഹാനിവരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചോരു വൈരവും. വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വം തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോട് ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ. നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ. പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപാരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർത്തൃനിയോഗേന വാനരവേഷമായി
പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നുടെ പരിഷദന്മാരുടെ പദം തന്നതിലെപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു കാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടി വണ്ണം പരപാനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പൊക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുതാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യ ലോകമാർക്കട സഞ്ജയം. വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ അത്യാകുലം പുണ്ടിരുന്നീടിനാൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമോർക്ക നാം. ഗഹ്വരം പുക്കു പരിഭ്രമിച്ചിതെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. കണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകിട്ടീല കുത്രച്ചിൽ. സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേതുലം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു. മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിദ്ധം നിരൂപിച്ചു കപികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചിതങ്ങനെ നമ്മയെന്നോർത്തവർ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തര ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗ്രന്ഥപ്രവരനും പൃഥ്വീധര പ്രവരൊത്തുങ്കരൂപനായി. ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്വാ പറഞ്ഞതു ഗ്രന്ഥകുലാധിപൻ. പക്ഷമില്ലാതോരിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗ്രന്ഥവാക്യം കെട്ടു മർക്കടൗഖം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാൻ. അദ്രീന്ദ്രതുല്യനായോരു ഗ്രന്ഥാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാവരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യമാർത്ഥമാശു സ്മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കെട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായകേതുമേ. ഉംബർഗോൻ പൗത്രനും അമ്പോടു കെട്ടു സമ്പാദിതന്നുട മുമ്പിലമ്മാറു ചെന്നമ്പോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതുകാനനം താതാജ്ഞയാ പുരാ. കണ്ടുകൊണ്ടിടിനാൻ തൽക്കാലമത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു. തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷരദജാരനോടു ജടായുവാം. പക്ഷിപ്രവനതിനാൽ വലഞ്ഞോരു രക്ഷോപരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു. പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ. മൃത്യു വരായെന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകന്നയച്ചിതു ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ.
30 നാളിനകത്തു ചെന്നിടാകിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളം ഉൾപ്പുക്കുവാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കെട്ടിയിടിനേൻ. എന്നുടെ സോദരനായ ഉദകക്രിയ ഉദയക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കപികളും അബ്ധിതീരത്തു വച്ചിടിനാനാദരാൽ. തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം. സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൾ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ചരി മധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധനാകയാൽ. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമിതനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേപമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും. തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ. സമ്പാദിതന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതുമേൽ പോട്ടു ഞങ്ങളും. മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരുക നേരത്തു കാണായതു ചിറകും കരിഞ്ഞിങ്ങനെ. വിഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുടന്നിങ്ങനെ ചെന്നേൻ നിശാകരതാപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനാൻ. പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിതേ. ജീവനത്തെ ധരിക്കേണ്ടുപായം ഇന്നേവൻ എന്നോട് ചൊല്ലിത്തരേണമേ. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്യ നീ. ദേഹം നിമിത്തം ഈ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ള രഹംബുദ്ധി കൈക്കൊണ്ടു മോഹദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരു വിദ്യാസമുത്ഭവ വസ്തുവായുള്ളോ അഹങ്കാരമോർക്ക നീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തത്പദമായുള്ളോരയപിണ്ഡവത്സദാ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായവരും ആഹന്ത നൂനമാത്മാവിനുമായയാ. ദേഹോഹമദ്ദൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമ്മോഹമാർന്നു ജനനമരണമാം. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ
പുണ്ടരീകോദ്ഭവതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു ആപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ നിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിർമ്മിത്തേനത് സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്കയിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പദീ വിഹായസ. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരം മഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നുവാർ എങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനന്തവകാശം കവികളെ. ശക്രതനയ തനൂജനാമംഗതൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വെച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചിതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാം 20 കവി. 30 ചാടാമെനിക്കെന്ന പരനും അപ്പടി 40 മറ്റേവനും. 50 60 70 80 ചാടാമെനിക്കൊന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധൗ. യൗവനകാലെ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനേൻ. വാർദ്ധക്യഗ്രസ്തനായേനിതാനും ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശാമാത്രം. കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. യുദ്ധമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെന്നെങ്കിലും. ഭൃത്യജനങ്ങളായ യക്കേണമില്ലെന്നുമേ ഭൃത്രരിലേഖനുമുണ്ടായവെന്നതേ വരൂ. ആർക്കുമേയില്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂ വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽപ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ. കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥനു. പുത്രരായ അഞ്ജന പെറ്റുളവായോരു സത്യഗുണപ്രധാനൻ ഭവാൻ കേവലം. ഗർഭച്യുതനായ അവനീരഞ്ജസാ ജാതനായി വീണ നേരം ഭവാൻ. 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ.
ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തൊടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ 30 വാനവർ നന്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൻ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം ആത്മാനായ സാരായ മൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റുമുറുകയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കയ്യിലല്ലോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനിപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരിവനിപ്പോഴേ അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിങ്കലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈക തൊഴുതിടുവൻ രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതെ മാരുതദേവനുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഇതഥാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. രാമ 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 ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഹരേ രാമ ഹരേ രാമ.